ചെറിയ ചോദ്യം, കുഞ്ഞിന് പല്ല് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓറൽ ഹൈജീൻ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പലരും പറയും ഇല്ല എന്ന്, പക്ഷേ ശരിയായ ഉത്തരം ഉണ്ട് എന്നാണ്. കുഞ്ഞിന് പല്ല് വരുന്നതിന് മുന്നേ തന്നെ വായ ശുചീകരണം അത്യാവശ്യമാണ്. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കുഞ്ഞുമക്കളുടെ വായിൽ മിൽക്ക് റെസിഡ്യൂ അടിഞ്ഞുകൂടുമ്പോൾ അവിടെ ബാക്ടീരിയ വളരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ആദ്യമേ വായ ശുചീകരണത്തിലൂടെ ഒഴിവാക്കി വൃത്തിയായി സൂക്ഷിച്ചാൽ നമ്മൾ ഭാവിയിൽ വരുന്ന പല ഡെന്റൽ പ്രോബ്ലംസും, അതായത് പ്രത്യേകിച്ച് ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് പോലെയുള്ളവ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കുഞ്ഞിന് പല്ല് വരുന്നതിന് മുമ്പ് പോലും ഓറൽ ഹൈജീൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിംഗ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ ഗംസ്, ചീക്സ്, ടങ് എന്നിവ വൃത്തിയായി ശുചീകരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനായി സോഫ്റ്റ് ക്ലീൻ ക്ലോത്ത് അല്ലെങ്കിൽ സ്റ്റെറൈൽ ഗോസ് വെള്ളത്തിൽ നനച്ച് കുഞ്ഞിൻ്റെ ഗംസ് തുടച്ചു മാറ്റാവുന്നതാണ്. ഇതിലൂടെ വായിൽ അടങ്ങിയിരിക്കുന്ന മിൽക്ക് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ വായിൽ ബാക്ടീരിയ വളരുന്നത് തടയുവാനും സഹായിക്കുന്നതാണ്. ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ കുഞ്ഞിൻ്റെ വാ ശുചിയായി നിൽക്കുകയും ഒരു ഹെൽത്തി ഓറൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നതാണ്. കുഞ്ഞിന് ആദ്യ പല്ല് വരുമ്പോൾ തന്നെ വായു ശുചീകരണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനായി സോഫ്റ്റ് ഇൻഫൻറ്റ് ടൂത്ത് ബ്രഷ് ആണ് യൂസ് ചെയ്യേണ്ടത്. രാവിലെയും രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുൻപും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഫ്ലൂറൈഡ് കണ്ടൻറ്റുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വളരെ ചെറിയ അളവിലായിരിക്കണം കുട്ടികൾക്ക് ടൂത്ത് പേസ്റ്റ് എടുക്കുന്നത്. റൈസ് ഗ്രെയിൻ സൈസ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുഞ്ഞുങ്ങൾ ടൂത്ത് പേസ്റ്റ് വിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് പാരൻസിൻ്റെ സഹായം ആവശ്യമായി വരികയും ചെയ്യും. കുഞ്ഞുങ്ങളുടെ ഡെന്റൽ പ്രോബ്ലംസ് ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് ബോട്ടിൽ മിൽക്ക് നൽകി ഉറക്കുന്നത് ഒഴിവാക്കുക. ഇത് ഏർലി ചൈൽഡ്ഹുഡ് കേരീസിന് കാരണമാകും. കുഞ്ഞിന് കൊടുക്കുന്ന സ്പൂൺ അല്ലെങ്കിൽ പാസിഫയർ മാതാപിതാക്കൾ വായിൽ വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇത് ബാക്ടീരിയ ട്രാൻസ്ഫർ ആവാൻ വേണ്ടി കാരണമാകുന്നതാണ്. കുഞ്ഞിന് ആദ്യ പല്ല് വന്നതിന് ശേഷം അതല്ലെങ്കിൽ 1 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. ഇത് കുട്ടികളുടെ ഓറൽ ഹെൽത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പേരൻസിന് ഗൈഡൻസ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും.